ചാരായം നിരോധിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഒരുപാട് പേര് അതിനകത്ത് ജീവിക്കുന്നുണ്ട്, ചാരായം വിറ്റ് കഴിയുന്നവർ, അതിൽ തൊഴിലാളികൾ, അതിൽ ഗ്ലാസ് കഴിയുന്നവർ, അവർക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഗവൺമെന്റ് വേറെ ജോലി കൊടുത്ത് പരിഹരിച്ചു, മറ്റേ ഇതിലൊക്കെ കൊടുത്തു കുറേ പേർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിഹാരം ഉണ്ടാക്കി ഇതിനൊക്കെ. അതൊന്നും ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചെയ്യും, അത് ചെയ്യും. ഉത്തരേന്ത്യൻ ലോബികൾ അവിടെ കിടക്കുന്ന സമയത്ത് പോയിട്ട് ഇത് സെൻസറിങ് നടക്കണം, ഇത് പറ്റത്തില്ല. അവർ കാണിക്കുന്ന സാധനമാണ് ഇവിടെ കൊണ്ട് കാണിക്കുന്നത്. അല്ലാണ്ട് ഇവര് പുതുതായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ തനി കേരളീയമായിട്ടെല്ലാം കുറവാ, വളരെ കുറവാ. ശരിയല്ലേ? അല്ലാണ്ട് നമ്മുടെ മഹത്തായ നോവലുകളോ അല്ലെങ്കിൽ വലിയ വലിയ എഴുത്തുകാരുടെ കഥകളോ ഒന്നും എടുത്ത് സീരിയൽ ചെയ്യുന്നില്ല. അവർക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റേ രീതിയാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു, അത് കാണുന്നു. വേണ്ടത്തവർക്ക് കാണാതിരിക്കാം. ഞാൻ പറയുന്നത് അത് പറഞ്ഞോ, പക്ഷെ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നില്ല. ഇതൊക്കെ ചെയ്യും. ശ്രീവിദ്യയുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചുകൂട്. നിങ്ങൾ പറഞ്ഞ നാളെ പ്രേംകുമാർ പറയുമ്പോൾ ആളുകൾ പറയും, മനസ്സിലിരിക്കും, ആ പ്രേംകുമാർ വന്നുകൊണ്ടാണ് അത് നടത്തത്, വളരെ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയാം, അല്ലേ? അല്ലാണ്ട് കയ്യടി മേടിക്കാൻ അത് എന്നൊക്കെ പറയുന്നത് യോജിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ അന്നം മുടക്കിയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യും നിങ്ങൾ, അല്ലാണ്ട് കമ്മീഷൻ മേടിക്കുന്ന കാര്യത്തിലോട്ടല്ല പോകേണ്ടത്. ആദ്യം അതിനെതിരെ ഞാൻ പ്രതികരിക്കും, അത് ചെയ്തിരിക്കും, അത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർത്തമാനകാലത്തെ ചില കാര്യങ്ങളിൽ കൂടെ ഞാൻ ഇടപെടും, പറയുകയും ചെയ്യും. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ കളയാം. പക്ഷെ ഇതെല്ലാം സത്യമായിരിക്കും എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ പറയത്തില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത്രയും വയസ്സായി, ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ജീവിതത്തിൻ്റെ അങ്ങ് അറ്റത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തിന് കള്ളവും പറഞ്ഞ് കുറേ കാര്യങ്ങൾ നേടിയിട്ട് പോകും. പറയേണ്ടത് നമ്മൾ പറയും, സത്യങ്ങളായിരിക്കും പറയുക. ഉറപ്പായിട്ടും അതിൽ സത്യത്തിൻ്റെ കണികൾകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഒന്നും ചേർക്കില്ല. ഇത് പറഞ്ഞതല്ല, നിങ്ങൾ മീഡിയക്കാരല്ലേ, പരിശോധിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് 160 കോടി എടുക്കുന്നുണ്ടോ നോക്ക്, അതിന് എത്ര % കമ്മീഷൻ കിട്ടുമെന്ന് തിരക്കി നോക്ക്. ക്യാമറ ഒക്കെ വാങ്ങുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ക്യാമറ ഒക്കെ ഉള്ളതല്ലേ. എത്ര രൂപ വേണമെങ്കിലും എഴുതി തരത്തില്ല എൻ്റെ വില, അല്ലേ? കോടികളുടെ സാധനങ്ങളാണ് വാങ്ങുന്നത്. വാങ്ങട്ടെ, നല്ല കാര്യം. പക്ഷെ അതൊക്കെ നേരായ ചൊവ്വ മാർഗത്തിലൂടെ അല്ല പോകുന്നത്. കോൺഗ്രസിൽ ഒരു നല്ല ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, സാംസ്കാരിക. അതെ അല്ലേ? അതെ, രാഷ്ട്രീയം എൻ്റെ കോൺഗ്രസ് ആണ്, ഞാൻ അതിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോൾ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന കൺവീനറുമാണ്. പുതുതായിട്ട് എന്നെ നിയമിച്ചിട്ടുണ്ട്. CR മഹേഷാണ് MLA ആണ് അതിൻ്റെ ചെയർമാൻ, ഞാൻ കൺവീനറും. പക്ഷേ ഞാൻ മറ്റവർ നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് ചെയ്തെന്ന് തന്നെ പറയും. അല്ലാണ്ട് അവരെ രാഷ്ട്രീയം വെച്ചിട്ട് അവർ ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ എന്തെങ്കിലും വേണ്ട, കാണിക്കണ്ടേ? ഇത് ഞാൻ എങ്ങനെ പറയും? രാഷ്ട്രീയം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഇയാൾ തല്ലിയതാണ്, അത് ചെയ്തു പോയി. അപ്പോൾ അതിനൊക്കെ തിരുത്താൻ ഇനിയും സമയമുണ്ട്, പ്രായശ്ചിത്തം ചെയ്താൽ. വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം മാത്രം വെച്ചിട്ട് ഒരാളെ ആക്രമിക്കത്തുമില്ല, പറയത്തുമില്ല. നിങ്ങൾ അതാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. KSFDCയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. വലിയ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങളുള്ള സംഭവങ്ങളാണ് അതൊന്നും ഇല്ലാതാക്കി കളയുന്നത്. അവർ ആൾക്കാർക്ക് എത്രയോ പേരുടെ ജീവിതങ്ങൾ, എത്രയോ പേരുടെ കയറി വരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ സിനിമാ രീതികൾ എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം തുടങ്ങും, കാശ് കുറേ ആക്കും, ചിലവാക്കും, നശിപ്പിക്കും. അപ്പോൾ കണ്ടതും കേട്ടതുമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരിക. താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒത്തിരി കഥകളുണ്ടാകാം. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രേംനസീറിൻ്റെ ഉൾപ്പെടെ, അല്ലേ, ഒരു കാലഘട്ടത്തിൽ സിനിമാ ഇതിനകത്ത് ഈ പുതിയ തലമുറയൊന്നും എന്നെ അറിയില്ലായിരുന്നു പലർക്കും. ഞാൻ കാരണം അന്നത്തെ ഇതിലാണ്. ഞാൻ നസീർ സാറിനെ വെച്ച് 3 സിനിമ സംവിധാനം ചെയ്ത ആളാണ്. പല ഭാഷയിലും ഞാൻ സിനിമയും എടുത്തിട്ടുണ്ട്. തമിഴിൽ ഇപ്പം MGR നഗർ, ഹരിഹർ നഗറിൻ്റെ റീമേക്ക് ഒക്കെ ചെയ്ത് ഇപ്പോഴാണ് ആളുകൾ അയ്യോ ഇതൊക്കെ നിങ്ങൾ എടുത്താണോ, നിങ്ങളാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അന്നും നന്മയുടെ കൂടെ എപ്പോഴും ഞാൻ നിൽക്കുന്ന ഒരാളാണ്, അതിനോടൊപ്പം ഉണ്ടാവും. MGRനെയൊക്കെ നേരിട്ട് MGRനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ബന്ധമൊന്നുമില്ല അല്ലേ? തമിഴിൽ ഏറ്റവും ബന്ധം ആരുമായിട്ടായിരുന്നു? തമിഴിൽ ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, നടന്മാരും നടികളൊക്കെ ആയിട്ട്. പുതിയ ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു പലരും. അതൊക്കെ പിന്നീട് കഥകളായിട്ട് പറയാം. എന്നോട് പറയില്ല, നിങ്ങളുടെ യൂട്യൂബിലൂടെ അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം യൂട്യൂബിലൂടെ പറയുള്ളൂ, നമ്മുടെ അടുത്ത് പറയില്ല. പറയാനാണെങ്കിൽ ഒത്തിരി ഞാൻ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സംഭവങ്ങൾ എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പുറകെ പോവില്ല. പിന്നെ നിങ്ങളെ പോലുള്ളവർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയും ഞാൻ വന്ന്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ ചാനലിൽ കൂടെ അവൻ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതിനെ തുടർന്ന് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞത്.
എൻ്റെ ജീവിതാനുഭവം അത് കഴിഞ്ഞു. ഇനി അടുത്ത സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ ഒരു വിഷയം വന്നപ്പോൾ താങ്കൾ ഒത്തിരി ചാനലുകാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും വിളിക്കും ഭയങ്കരമായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ വരും എന്നൊക്കെ, ആളുകൾ ഇത്രത്തോളം എടുക്കും എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ആ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വില മനസ്സിലാക്കി, സ്നേഹം, അദ്ദേഹത്തിനുള്ള സ്നേഹം മനസ്സിലാക്കി, ജനങ്ങൾക്കുള്ള സ്നേഹം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.